ഹലോ, നമസ്കാരം. ഇന്നതാണ് കഥ. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് നിഫ്റ്റി എഴുതി തന്നത്. നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടായിരുന്ന ഊഹങ്ങളിൽ വലിയ വലിയ വേരിയേഷൻ, തുടക്കമൊക്കെ അടിപൊളി തന്നെയായിരുന്നു. വളരെ അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയുള്ള ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നമ്മൾ മുകളിലേക്ക് പ്രതീക്ഷിച്ചു. അവിടെ നിന്ന് നേരെ ഡ്രോപ്പിംഗ് ആണ് കൂടുതലും പ്രതീക്ഷിച്ചത്. അതായത് ഈ ഒരു കോൺട്രാക്റ്റിംഗ് ട്രയാങ്കിളിൻ്റെ കറക്ഷൻ തീരാൻ ഒരു പൊടി കൂടി ബാക്കിയുള്ളൂ. അത് കയറി കഴിഞ്ഞാൽ തിരിച്ച് ഡ്രോപ്പ് ആവാനുള്ള സാധ്യത കൂടുതൽ പ്രതീക്ഷിച്ചു. എങ്ങാനും കയറി മുകളിലേക്ക് ഈ ഒരു ഫെബ്രുവരി ട്രൈസിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെങ്കിൽ ബൈ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെയല്ല കേട്ടോ, ഇത് ഇന്നത്തെയാണ്. ഓക്കെ, ഈ ഒരു റേഞ്ച് ഇവിടെ നിന്ന് കയറി നേരെ ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയതിന് ശേഷം താഴ്ത്തിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം അത് റീടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വരവായിരിക്കും. അത് വലിയ രീതിയിൽ താഴ്ത്തി പോകാൻ സാധ്യതയുണ്ടായിരുന്നു. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത് 25,850 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റേഞ്ചായിരുന്നു. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വരവ് കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ കാര്യം കൊള്ളായെന്ന് മനസ്സിലായി. കാരണം നമുക്കിവിടെ ബൈസോണായിട്ടുണ്ടായിരുന്ന ഏരിയ ഏകദേശം ഈ ഒരു 78%. ശരിക്കും ഇതൊരു 200% റിവേഴ്സൽ ഇവിടെ ഇല്ല. അത് വരുന്നത് ഇതിലാണ്. ഇന്നലെ പറഞ്ഞ മാതിരി അത് മുകളിൽ കഴിഞ്ഞു. അതിൻ്റെ ബേസ്മെൻറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരവാണ് ഇപ്പോൾ ഇന്ന് വന്നത്. ആ ബേസ്മെൻറ്റിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നിലേക്ക് കണ്ടിന്യൂസ് മുകളിലേക്ക് കയറി പോകാം, അല്ലെങ്കിൽ താഴെ തന്നെ നിൽക്കാം. നമുക്ക് കിട്ടിയ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ബേസ്മെൻറ്റ് ഇവിടെയാണ് കിട്ടിയത്. ഇതിനെ റീടെസ്റ്റ് ചെയ്യേണ്ട ഒരു 78% മിനിമം. 78% എന്ന് പറയുന്നത് ഒരു മിനിമം റേഷ്യോ ആണ്. ഇവിടെ ഇല്ലല്ലോ, യെസ്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ തൊട്ട് ഈ ബേസ്മെൻറ്റ് ലോക്ക് ചെയ്തിട്ട് ഉണ്ടോ, ഈ ഒരു 78% റീടെസ്റ്റ് പോയിൻ്റാണ്. ശരിക്കും 200 ഇവിടെ അവസാനിച്ച് ഇതിൻ്റെ പമ്പിങ് കഴിഞ്ഞിരുന്നു. 78 എന്ന് പറഞ്ഞ റീട്രേസ് ഇത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം ഈ 127. ഞാൻ വെച്ച് ഇവിടെ വരെ വരുന്നു ഇനി അടുത്തത്. അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവും. അത് ഇവിടെ ഈ ഒരു പോയിന്റിൽ ഉണ്ടായതായിട്ട് കാണിച്ചു തരാം. അതായത് ഈ ബേസ്മെൻറ്റിനെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായ ഒരു പോയിന്റും അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. 178 ആണ് കോമൺ ആയിട്ട് വരുന്നത്. ചില സമയത്ത് ഇങ്ങനെ 100 to 127% ഇടയിലേക്ക് ഇറങ്ങും ഈ റീടെസ്റ്റ്. ഈ 200 എത്തിയിട്ട് ബൗൺസ് കഴിഞ്ഞ മുമ്പ് ഇവിടെ റീടെസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു റീടെസ്റ്റ് മൂവ്മെൻറ്റാണ് ഇന്നുണ്ടായത്. അത് 78 തീരുന്നതിന് പകരം ഒന്ന് വോളട്ടയിലേക്ക് കയറി 127-ഉം 100-നും ഇടയിൽ നിൽക്കുക. ഇതൊരു സ്ഥിരം വരുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് ആ സ്റ്റോപ്പ് ലോസിനെ ഇറക്കി 25,850 വെച്ചത്. ഈ റേഞ്ച് വരെയൊക്കെ വന്നേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ അവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 25,100 എത്തി. ഇതിൽ നിന്ന് നമുക്ക് ബേസ്മെൻറ്റ് ഇവിടെ കറക്റ്റ് അത് സപ്പോർട്ട് എടുത്തിരുന്നായിരുന്നെങ്കിൽ ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ്, ഒരു 80 പോയിൻറ്റ്. ഇപ്പോൾ ഈ കയറിയ കയറ്റം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയാണ്. ഇന്നലെ പറഞ്ഞാൽ അതൊരു 10, 50, 100 പോയിൻറ്റ് ഇവിടെ നിന്ന് തന്നെ കിട്ടിയാണ്. പക്ഷെ ഇന്ന് ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ ഇവിടെ നിന്ന് വാങ്ങിച്ചവർക്ക് അതിൽ ലോസിൽ ഇറങ്ങേണ്ട വന്നിട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു ഗോൾ എടുത്തിരുന്നറിഞ്ഞത് ലോസിൽ പോയില്ല. കുറച്ചെടുത്താന്ന് പറഞ്ഞത്. കാരണം സ്റ്റോപ്പ് ലോസ് വലുതാക്കാൻ കുറച്ചെടുത്താന്ന് പറഞ്ഞു. ഇവിടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ്. നമുക്ക് ഇവിടെ നിന്നും ഇത്രയും മുക്കാഭാഗമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഇതും കൂടിയൊക്കെ വാങ്ങിച്ചിടാം. ഏത് 100 ഇതിൻ്റെയൊക്കെ വിറ്റിമിൽ ഇറങ്ങി വരുമ്പോൾ. കാരണം സ്റ്റോപ്പ് ലോസ് തൊട്ടടുത്തെത്തുമ്പോൾ ഒരു 100 കൂടിയൊക്കെ വാങ്ങിച്ചിടാം. പക്ഷെ അതൊന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നമ്മൾ ആവറേജിന് വേണ്ടിയിട്ടാണ്. ഇവിടെ 10 എണ്ണൊക്കെ എടുക്കുന്ന ആൾക്കാരോട് 3 എണ്ണം എടുത്താമെന്ന് പറഞ്ഞത് ആവറേജിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അധികം ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല. അത് ഇന്നത്തെ ഒരു ബിഗിനിങ് തന്നെ ഭയങ്കര ഷാർപ്പായിരുന്നു. അതുകൊണ്ടായിരിക്കും അത് അത്രയ്ക്ക് ഇറങ്ങിപ്പോയത്. ഇവിടെ നിന്നൊരു ഷാർപ്പ് ബേസ്മെൻറ്റ് വന്നിട്ട് നേരെ വോളട്ടൈലായിട്ട് ഇറങ്ങി, ഇടിച്ചു കുത്തി ഇറങ്ങി. ഇവിടെ ഈ 261 അവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് കയറിപ്പോയത്. നമുക്ക് ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ബൈസോണുള്ളതാണ്. 2 വെച്ചിട്ട് നമുക്ക് ഇട്ട് പോകാവുന്നതാണ്. കോൾ ഓപ്ഷൻ്റെ ഏത് ഡയറക്ഷനിൽ നമ്മൾ എടുക്കണേ ആ ഡയറക്ഷനിൽ. ഇപ്പം നിലവിൽ സപ്പോർട്ട് എടുത്തു. സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇന്ന് മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ടൈം ഡിക്ക് നല്ല രീതിയിൽ ബാധിച്ചു. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റിൽ പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. ഇത് ക്ലൈമാക്സ് ആണ്. ഞാൻ ഇവിടെ പ്രോഫിറ്റ് വന്നപ്പോൾ ഇറങ്ങി മാറുക ചെയ്ത്. കാരണം ഇവിടെ പിന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ടൈം കഴിഞ്ഞ് 1:30 ആവാറായപ്പോഴാണ്, നാട്ടിലെ 2:30 ആവാറായപ്പോഴാണ് ഇവിടേക്ക് ഏകദേശം എത്തിയത്. പിന്നെ അതിൽ നാളേക്ക് ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യാം. നാളെ ചിലപ്പോൾ കുറച്ചും കൂടി മൂവ്മെൻറ്റ് മുകളിലേക്ക് വരാം. ഇനി നാളെ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നാളത്തെ ഒരു മൂവ്മെൻറ്റ്
ഇപ്പോൾ ഇന്ന് ഇതെപ്പോഴും ഈ ഒരു പൊസിഷനിൽ ഞാൻ റിവേഴ്സിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ഫിബ് റീട്രേസ് ഉപയോഗിക്കാൻ അറിയുന്നവരിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് രാവിലെ ഇത് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇത് എവിടെ വരെ വരണോ, ഇപ്പോൾ ഇവിടെ വരെ ഇറങ്ങിയാൽ ഇവിടേക്ക് വലിച്ചു വയ്ക്കുക, അങ്ങനെ 0 തുടങ്ങുന്ന ഭാഗം ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. എപ്പോഴാണ് 23% റൺ ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് ടാർഗറ്റ്, 32% ആണ് സെക്കൻഡ് ടാർഗറ്റ്. ഇപ്പോൾ ഇന്ന് 23% മുട്ടിയ കാരണം ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. കാരണം അത് കഴിഞ്ഞാൽ ഒരു റിവേഴ്സിൽ വന്നിട്ടേ കയറുള്ളൂ. അപ്പോൾ ഇന്നത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഇത് തുടർന്ന് കണ്ടിന്യൂസ് ചെയ്ത് താഴെ പോയില്ല നമുക്ക് നാളെ പ്രവചിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിൽക്കണമെന്ന് പറഞ്ഞത്, ഓരോരോ പാർട്ടായിട്ട്. അതുപോലെ ഈ 32% ഇന്ന് തന്നെ ഇവിടെ നിന്ന് കയറി ഇറങ്ങി ഈ ഒരു ടാർഗറ്റ് 26,100 പക്ഷേ ഇത് ടാർഗറ്റ് ചുരുങ്ങി 26,046 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 26,050 ഈ ഒരു റേഞ്ചിലേക്ക് മാറി. ഇപ്പോൾ നാളെ ഓപ്പൺ ആവാമെങ്കിൽ ഈ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ അധികം പിന്നെ കോൾ ഓപ്ഷനിലേക്ക് നോക്കാതിരിക്കുകയാണ് നല്ലത്. ഇത് ഈ ഒരു ടോട്ടൽ പാറ്റേൺ റീടെസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഏരിയയാണ്. അപ്പോൾ ആരെയും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എക്സിറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നത് നല്ലത്. താഴത്തേക്ക് വരാൻ വെച്ചെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇതൊക്കെ തന്നെയാണ്, ഈ ഒരു ഏരിയ ഒക്കെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ്. ഞാൻ എക്സ്പയറിയുടെ ആയിട്ട് എടുത്തത്, അതായത് ഇൻട്രാഡേറ്റിൽ എടുത്തത്. പക്ഷേ ഇവിടുന്ന് ഒരു എസ്കേപ്പിംഗ് മോഡ് കിട്ടിയപ്പോൾ പിന്നെ അവിടെ നോക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസം നേരം വെട്ടിച്ച് നമ്മളെ കുറച്ച് തീറ്റ കൊണ്ടുപോയി തിന്ന് തിന്നട്ടെ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ ഇതിൽ 1 മിനിറ്റിൽ പോയി നോക്കി ഈ പറയുന്ന ജമ്പിങ്ങിന് മോളിക്കുള്ളൊരു ജമ്പിങ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓപ്പണിങ് ടൈമിൽ അവന്മാർ കളിക്കുമെന്ന് അറിയില്ല. ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ സ്വഭാവപ്രകാരം നമുക്ക് ഒരു മൂവ്മെൻറ്റ്, ഇത് 23% റെസിസ്റ്റൻസ് പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ എൻഡിങ് പാറ്റേൺ ആണ്. അങ്ങനത്തെ വോളട്ടൈലായിട്ട് കയറി പോകണതിന് എൻഡ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമുക്ക് നാളെ ഒരു പമ്പിങ്ങിൽ ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ, അതായത് 26,024 വന്നാൽ തന്നെ എക്സിറ്റ് ചെയ്ത് മാറുന്നത് നല്ലത്, ഹോൾഡ് ചെയ്തവരുണ്ടെങ്കിൽ. ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിയതിന് ശേഷമേ പിന്നീട് കയറാൻ വഴിയുള്ളൂ. നേരെ കണ്ടിന്യൂസ് ആയിട്ട് കയറി പോകുമോ എന്നുള്ളത് സംശയമാണ്. പിന്നെ അത്രയും പവറില്ല. പിന്നെ കയറുന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പാണ്. ഗ്യാപ്പ് അപ്പിൽ കയറിപ്പോയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് അവിടെ നിന്ന് പിന്നെ റിവേഴ്സ് അടിക്കില്ല. പിന്നെ അടുത്ത പാറ്റേൺ നോക്കിയിട്ട് നടക്കുള്ളൂ. ആ ഒരു 26,040 ഈ റേഞ്ചൊക്കെ എത്തിയിട്ട് തിരിച്ചു വന്ന് ഇറങ്ങി ഇവിടുന്ന് ബോട്ടടിച്ച് ഇറങ്ങുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ട്രെൻഡ് ടോട്ടലി ഹയർ ടൈം ഫ്രെയിമിൽ നല്ല രീതിക്ക് ബേർഷാവും. നമുക്ക് 26,500 എന്ന് പറഞ്ഞ ഓപ്ഷനൊന്നും പിന്നെ നമുക്ക് ഉണ്ടാവും നമുക്കറിയില്ല ഇവിടുന്ന് പൊട്ടി കഴിഞ്ഞാൽ. കാരണം ഇത് വലിയൊരു ബേസ്മെൻറ്റ് ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ കാണാത്തതാണ് ഞാൻ അതൊക്കെ വരച്ചിട്ടുകൊണ്ട്. ഇവിടെ നേരെ ഇറങ്ങി ചിലപ്പോൾ കണ്ടിന്യൂസ് ചെയ്ത് പോകാനുള്ള പവർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബേസ്മെൻറ്റ്, ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ബേസ്മെൻറ്റിനുണ്ട്. അങ്ങനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ ഒരു കാറ്റഗറി കയറിയിട്ടാവും ഇറങ്ങാം. നോക്കി നോക്കാം. അത് നാളെ അടുത്ത ദിവസങ്ങൾ അറിയുള്ളൂ. മുഴുവൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വേരിയേഷൻ അനുസരിച്ച് നോക്കാം. ഇന്നത്തേൽ എസ്കേപ്പ് ആവാൻ പറ്റി. പിന്നെ കുറേ പേര് പേടിച്ചൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞ് നോക്കിയെടുത്താലും അവസാനമൊക്കെ ആകുമ്പോൾ മെൽറ്റ് പോകണമെപ്പോഴേ പേടിക്കും ആൾക്കാർ. ഓപ്ഷൻ ആയതുകൊണ്ട് വെറുതെ നിന്നാലും കാശ് പോകാണല്ലോ. അപ്പോൾ നാളെ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഇവിടേക്ക് ഒരു ജമ്പിങ് ഉണ്ടാവും. അതിന് ശേഷം തിരിച്ചു വരും. ഞാൻ ട്രേഡ് മോഡ് നാളേക്ക് ഇടുന്നില്ല. കാരണം ട്രേഡ് ഓൾറെഡി ഇപ്പോൾ ഉള്ള ട്രേഡ് തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 26,060, 40 ഇതിൻ്റെ റേഞ്ചിൽ എത്തിയിട്ടത് കഴിയുള്ളൂ. പക്ഷേ ഈ ഒരു റേഞ്ചിൽ നിന്ന് റിജക്ഷൻ വന്നിട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് കയറാൻ വഴിയുള്ളൂ. ഈ ഒരു ഭാഗത്ത് എത്തിയിട്ട് ചിലപ്പോൾ റിജക്ഷൻ വന്നിട്ടാവും ചിലപ്പോൾ കയറി പോവാം. അത് നാളെ അറിയത്തുള്ളൂ. ഇന്നിപ്പോൾ ആ ഒരു ട്രേഡിൻ്റെ ഉള്ളിൽ നിൽക്കണോണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും വേറെ നോക്കാനില്ല. ഹയർ ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞ മതി ഇവിടെ എത്തിയതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരിയായിട്ട് താഴത്തേക്ക് പോവാം. That's it.